രവീന്ദ്ര മാഷ് ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് ഇപ്പൊ ശരിക്കും എനിക്ക് ശ്രീരാഗം ലിറിക് ഞാൻ ഇപ്പോഴും അതിന്റെ വിഷ്വലിൽ അത് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഞാൻ ചിന്തിക്കാറുണ്ട് ONV സാറ് ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് ഇപ്പൊ ശരത് സാർ ഇത് കമ്പോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവാം. അപ്പൊ ഈ ഇത്രയും കട്ടകളാണല്ലോ, ശ്രീരാഗമാണോ നീ ഇതിൽ തേടുന്നതായിരിക്കും. വീണതൻ പൊൻ തന്തിയിൽ, ഈ തന്തിയിൽ നീ തേടുന്നത് ശ്രീരാഗമാണോ, അങ്ങനെയും ഞാൻ അങ്ങനെയും ചിന്തിക്കാറുണ്ട് ശരിക്കും. വിശ്രമിക്കാം, ഒരു പാട്ട് മതി. അതെ അതെ അതെ, ആ പടത്തിലെ എല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വാലിന്മേൽ പൂവും ഭയങ്കര പാടാ പാട്ട് വായിക്കാൻ. ശരിക്കും ഭയങ്കര സിമ്പിളാണ് നമുക്ക് തോന്നും. ശരിക്കും ഒരു അമൃത കല്യാണി എന്നുള്ള ഒരു രാഗത്തിന്റെ ഒക്കെ അങ്ങോട്ട് തിരിച്ചു വരുമ്പോ കല്യാണിയും, അപ്പൊ നമുക്കിത് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആവും വായിച്ചു വരുമ്പോ. ഇത് കല്യാണിയിലാണോ നിൽക്കണേ, അമൃതവർഷിനിലാണോ നിൽക്കണേ? അപ്പം അതൊരു ഭയങ്കര ഒരു ബ്രില്യന്റ് ഒരു കോമ്പോസിഷൻ. ഈ കയ്യിൽ വേറൊരു വയലിൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പ്രത്യേകതയുള്ള 6 സ്ട്രിംഗ് കാണിക്കോ? ഇതാണ് 6 സ്ട്രിംഗ് ആണ്. ഇപ്പൊ അങ്ങനെ 6 സ്ട്രിംഗ് ആണ്. ശബരീഷിന്റെ അടുത്ത് നിന്ന് കുറച്ച് ഇറോട്ടിക് സോങ്സ് എനിക്ക് കിട്ടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെമ്പൂവേ പൂവേ ഓർമ്മയുണ്ടോ, അതൊന്ന് വായിക്കുമോ? കുറെ നാളെ വായിച്ചിട്ട്, പക്ഷേ വായിച്ചു നോക്കാം. കാരണം നിങ്ങൾ ഇറോട്ടിക് സോങ്സിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഗിരീഷ് ചേട്ടന്റെ ചില നമ്പറുകൾ ഇടുന്നു. അതെ, ഞാൻ ശരിക്കും അത് കറക്റ്റായിട്ട് സങ്കല്പിക്കുന്ന കേട്ടോ. മിഴി കൊണ്ട് മിഴികളിൽ എനിക്ക് ഇതേപോലെ തമിഴിലൊരു പാട്ടുണ്ട്. സിറ്റുവേഷൻ ഇതിൽ ഇറോട്ടിസിസം ഉണ്ടെങ്കിലും ലിറിക്കലി അത് ഇറോട്ടിക് അല്ല. ശരിക്കും ഹേറാമില് കമലഹാസൻ സാറിന്റെ ഹേറാമിലെ ഒരു പാട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര, ശരിക്കും നമുക്ക് മ്യൂസിക്കിൽ ഒരു നോട്ട് പോലും നമുക്ക് ഈ നോട്ട് വേണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇതിന് വേണ്ടല്ലോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റാത്തൊരു പാട്ടാണ്. നീ പാർത്ത പാർവയ്ക്ക് നന്ദി, നമ്മെ ചേർത്ത ഇറിവുക്ക് നന്ദി, ഞാൻ നിന്റെ കൂടെ ജീവിച്ച കാലഘട്ടത്തിനും നന്ദി, നീ എനിക്ക് തന്ന സന്തോഷത്തിനും നന്ദി. അങ്ങനെ ഇത് എഴുതിയത് കമലഹാസൻ സാറാണ്, ഈ പാട്ട് എഴുതിയേക്കണ കമലഹാസൻ സാർ. അപ്പൊ ശരിക്കും അത് ഭയങ്കര ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ്. ശരിക്കും ഈ ഒരു പാട്ടുണ്ട് ഭയങ്കര ഇതാണ്. ശരിക്കും അതാണ്, ഇപ്പൊ ഇറോട്ടിക് കണ്ടന്റ് ആണെങ്കിലും അത് വളരെ പവിത്രമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നന്ദിയാണ്, നീ എനിക്ക് തന്ന എല്ലാ സന്തോഷത്തിനും, നീ തന്ന നമ്മളെ ചേർത്ത് വെച്ച, അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് വെച്ച രാത്രികൾക്കും എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസകരമാണ്. ഗിരീഷ് ചേട്ടന്റെ ഈ പാട്ടിൽ ശരിക്കും ഈ അല്ലിത്താമരപ്പൂൻ ചെപ്പിൽ തട്ടി താരകത്തിൻ തുമ്പുന്നുള്ളി താണിറങ്ങും പൂന്തേൻ തുമ്പി മാറി മാറട്ടെ എന്നാണ്. അത് തുമ്പി ഇങ്ങനെ തേൻ കുടിക്കാൻ വരുന്നതാണ്. പക്ഷെ അതിന് തൊട്ടു മുമ്പാണ് ഈ നിലവിളക്ക് അണഞ്ഞതും ചമയങ്ങൾ അഴിഞ്ഞതും. അപ്പം ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അവരുടെ പ്രേമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് പിന്നെ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്ന അല്ലിത്താമരപ്പൂൻ ചെപ്പിൽ തട്ടി താരകത്തിൻ തുമ്പുന്നുള്ളി താണിറങ്ങും പൂന്തേൻ തുമ്പി. ശരിക്കും ഞാൻ നേരത്തെ ഇപ്പൊ ശരിക്കും നമ്മുടെ പറയാമെന്ന് വെച്ചാൽ ഗിരീഷേട്ടന്റെ വലിയൊരു രസകരം എന്ന് വെച്ചാൽ എന്റെ എല്ലാം എല്ലാം അല്ലേ. ശരിക്കും എല്ലാവരും പാടിക്കൊണ്ടിരുന്നത്, ഞാൻ കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്നത് എന്റെ കുട്ടിക്കാലത്തുള്ള ഒരു പാട്ടുകളാണ്. നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ. പക്ഷെ അന്നൊക്കെ അത് അറിയില്ലെങ്കിൽ നമ്മളത് പാടുക. ശരിക്കും അതിന്റെ അർത്ഥം ഒന്നും നമ്മൾ അത്ര അറിയില്ലെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലത് പാടാനായിട്ട്. ഒരു കാര്യം കൂടെ എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, ചിലരൊക്കെ തെറ്റിദ്ധരിക്കും ഇല്ലാത്ത പാട്ടിൽ. ഇപ്പം റഫീഖ് അഹമ്മദ് സാറിന്റെ ഇടുക്കി ഗോൾഡിൽ ഒരു പാട്ടുണ്ട്,
കണ്ടു മാമല, കണ്ടു താഴ്വര എന്നൊക്കെ പറയുന്നത്. ഇതിനകത്ത് ഒരു ട്രോൾ ആക്കിയിട്ട് ലാലേട്ടന്റെ ഉസ്താദ് അതിനകത്ത് ടവലഴിച്ച് കാണിക്കുന്ന ഒരു സീനാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ട്രോൾ ആക്കിയിട്ട് കണ്ടു താഴ്വര മാമല എന്നൊക്കെ ഇത് ഇല്ലാത്ത അർത്ഥം അതിനകത്തേക്ക് കൊടുക്കുന്ന ഒരു പരിപാടി ചിലരൊക്കെ തെറ്റിദ്ധരിക്കും. അതേപോലെ തെറ്റിദ്ധരിച്ചൊരു പാട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ആൾക്കാർ നമ്മൾ ഇറോട്ടിക് സോങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ പവിഴം പോൽ പവിഴാധരം പോൽ ONV സാറിന്റെയാണ്, ജോൺസൺ മാഷ്. അതിനകത്ത് മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർ പാൽമണികൾ കനവാർന്നതില്ലേ എന്ന് പാടുന്നുണ്ട്. അപ്പൊ ഈ പാൽമണി, മാതളം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് തോന്നുന്നത് വേറെ എന്തോ ആണെന്നാണ്. സത്യത്തില് പ്രഭാതത്തിന്റെ ഒരു വിഷ്വലാണ് മാതളങ്ങൾ. ശരിക്കും ആ സിറ്റുവേഷൻ അതില് വിഷ്വലിൽ കാണിക്കുന്നത് അതാണ്. അതെ അതെ, ആ പ്രഭാതത്തിന്റെ അതില് കതിർ പാൽമണികൾ കനവാർന്നതില്ലേ എന്ന് വെച്ചാൽ വെള്ളത്തുള്ളി ഇങ്ങനെ കനമാർന്ന് വരുന്ന സമയത്ത് ഒരു സൂര്യപ്രകാശം അടിക്കുമ്പോൾ പാല് പോലുള്ള നിറമാവും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇറോട്ടിക് അല്ലാത്ത സോങ്സിലും ആൾക്കാർ ഇറോട്ടിക് ആരോപിക്കാൻ ശരിക്കും അതിലെ സിറ്റുവേഷൻ സോളമൻ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ശരിക്കും ഒരുപാട് പ്രതീക്ഷകളും ആ ഒരു എൻറ്റയർ സ്റ്റോറി ONV സാർ ലിറിക്സ് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ മൊത്തം ഒരു കഥ ശരിക്കും ആകാശമാകെയാണെങ്കിലും അതിൽ ലാസ്റ്റ് എഴുതണം മലർവാഗതൻ പുള്ളിരും വേളയും. ശരിക്കും ഇവര് ബാംഗ്ലൂർക്കാണല്ലോ ഈ യാത്ര പോകുന്നത്. ശരിക്കും ബാംഗ്ലൂർ പോകുമ്പോൾ വാഗമരങ്ങളും അപ്പൊ അത്രയും ഒരു ലിറിക്കലും ഇതും. പിന്നെ ഈ എനിക്ക് ONV സാറിന് വലിയൊരു വെച്ചാൽ പ്രൊഫസർ ആയിരുന്നല്ലോ, മലയാളം സാറായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു അച്ചടക്കം ആ ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പുനർ മുകളമായി നീ എന്റെ മുന്നിൽ നിന്നു, തരളത പോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി അവസാനം വരെ അങ്ങനെ അതാണ് നോക്കി നിന്നിട്ടേ ഉള്ളൂ. ഭയങ്കര ഒരു പ്രൊഫസറായതിന്റെ ഒരു ഡിഗ്നിറ്റി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം ONV സാറിന്റെ എല്ലാ പാട്ടുകളും. അങ്ങനെ എന്തോരം നല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലസ്സി സാറിന് മുമ്പിൽ ശലഭമായി അത് വായിക്കുമ്പോൾ എന്തൊരു രസകരമായ ഒരു ചിന്താഗതിയാണ്. കാര്യം ഒരു അമ്മ ഒരു കൊച്ചിനെ പ്രസവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ശലഭം ഉണ്ടാവുന്ന അങ്ങനെയാണ്. കാര്യം ഒരു ചെറിയ പുഴുവിൽ നിന്ന് പട്ടുനൂൽ പുഴുവായി അങ്ങനെ അവിടെ നിന്ന് അത് ശലഭമായി വിടർന്ന് വരുന്ന അത്രയും ഒരു പെയിന് അമ്മയെ എടുക്കുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള ഏറ്റവും ചെറിയൊരു എന്താ പറയാ ഒരു പ്രാണി എടുക്കുന്ന അത്രയും തന്നെ ഒരു എഫേർട്ട് ഒരു അമ്മയും അത് എടുക്കുന്നുണ്ടെന്നുള്ള. അപ്പൊ ശരിക്കും അതും ആ ഒരു ഇത് രണ്ടും തമ്മിൽ ആ ഒരു കണക്ഷൻ ONV സാർ ചിന്തിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ശബരീഷ് ഇടയ്ക്ക് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഒരു പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. അത് ഇറോട്ടിക് ആണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരുന്നു. ഇറോട്ടിക് അല്ല, ശരിക്കും ലവ് സോങ് ആണെന്ന്. ലവ് സോങ് ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയാണ്. ഇതെല്ലാം എൻ്റെ അനുമാനങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതായിരിക്കാം. ശരിക്കും നാളെ വേറെ ആൾക്കാർ കാണുമ്പോൾ അതിൽ ഞാൻ പറഞ്ഞതും തെറ്റായിരിക്കാം, എനിക്കറിയില്ല. ശരിക്കും ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ ഞാൻ പോയിരുന്നു. ശരിക്കും ലാസ്റ്റ് അർജുനനായി അവൾ ഉത്തരയായി അങ്ങനെ ഒരു വരി അതിൽ വരുന്നുണ്ടല്ലോ. ശരിക്കും അർജുനന്റെ ഭാര്യയല്ല ഉത്തര, അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര. ശരിക്കും മകളെ പോലെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അത് അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഇതാണ്, എനിക്ക് സത്യമാണെന്ന് അറിയില്ല. അന്നത്തെ കാലത്ത് ഭയങ്കര ശ്രീകുമാരൻ തമ്പി സാർ ഇത് റൊമാൻറ്റിക് ആയിട്ട് എഴുതി, അത് തെറ്റല്ലേ അങ്ങനെ എഴുതിയെന്നുള്ളത്. പക്ഷെ അദ്ദേഹം ഇത് മൊത്തം എന്ന് വെച്ചാൽ അതിൽ ലാസ്റ്റ് ഒരു ആട്ടവിള കണയും നേരം മറ്റേ അങ്ങനെയും പറയുന്നുണ്ട്. കാര്യം ഈ വേഷം അഴിച്ചു വെച്ച് അടുത്ത വേഷം കെട്ടുക, അതാണ് ഉദ്ദേശിച്ചത് ശരിക്കും. അപ്പൊ ശരിക്കും ബൃഹന്തളയായിട്ടാണ് അർജുനൻ ദേശത്ത് പോകുന്നത്. കാര്യം ഇവർക്ക് 12 വർഷത്തെ മറ്റേ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസമാണല്ലോ മഹാഭാരതത്തില് ശരിക്കും പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതൊക്കെ കുഞ്ഞിലെ പഠിച്ചതാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല. ശരിക്കും ഭീമൻ കങ്കനായാണ് പോയത്, യുധിഷ്ഠിരൻ അങ്ങനെ ഓരോരുത്തരും ഓരോരോ വേഷം. അങ്ങനെ നകുലനും സഹദേവനും മറ്റേ തൊഴുത്തില് ആടിനെ മേക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവര് ഏതോ ദേശം ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അവിടെ അവര് അതാണ് ജോലി ചെയ്തത്. അപ്പൊ അവിടെ പെൺവേഷത്തിലാണ് അർജുനൻ പോയത്. അർജുനന് ശാപം ഉണ്ടായിരുന്നു, ഉർവശിയുടെ ശാപം ഉണ്ടായിരുന്നല്ലോ. അതാണല്ലോ ഉർവശി ശാപകം ഉപകാരം എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും. അപ്പൊ ശരിക്കും ശ്രീകുമാരൻ സാർ കണക്ട് ചെയ്ത് അങ്ങനെയാണ്. കാര്യം ഇവര് ഓരോരോ സ്ഥലത്തും ഇപ്പൊ ജെയിംസ് ബോണ്ട്, ഇപ്പൊ നമ്മൾ പറയുന്ന ഈ പറയുന്ന ജെയിംസ് ബോണ്ട് ഒരു കഥ പറയുകയാണെങ്കിൽ അയാൾ അങ്ങനെയാണല്ലോ, ഓരോ സ്ഥലത്തും ഓരോ വേഷം കെട്ടിയിട്ടാണല്ലോ കുറ്റം തെളിയിക്കാൻ പറ്റും. അപ്പൊ അതേപോലെയാണ് ഡേഞ്ചർ ബിസ്ക്കറ്റ്, ഈ പടത്തിന്റെ പേര്. ഡേഞ്ചർ ബിസ്ക്കറ്റിൽ നസീർ അതാണല്ലോ ചെയ്യുന്നത്, നസീർ സാർ. കാര്യം ഓരോരോ സ്ഥലത്ത് പോയി ഓരോരോ വേഷം കെട്ടി കുറ്റം തെളിയിക്കലാണല്ലോ. അപ്പൊ ശരിക്കും അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ശ്രീകുമാരൻ തമ്പി സാർ ഈ വരി എഴുതിയേക്കണത്. പക്ഷെ എല്ലാവരും ഉത്തരാ സ്വയംവരം കഥകളി അപ്പൊ അർജുനന്റെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം, എനിക്കറിയില്ല. തമ്പി സാർ അങ്ങനെ ഇറോട്ടിക് ഒരുപാട് എഴുതിയിട്ടുള്ളത് കൊണ്ടായിരിക്കും. അതെ അതെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ബ്രില്യൻ്റ് ആയ ഒരു വർക്കാണ് ശ്രീകുമാരൻ തമ്പി സാറിന്. എന്തൊരു കാര്യം നമുക്ക് ഇത് പറയുമ്പോഴാണ് ശരിയാണ്, അർജുനൻ ബൃഹന്തളയായിട്ടാണല്ലോ അവിടെ പോയത്. അപ്പോൾ അവിടെ ശരിക്കും അപ്പൊ രാജാവ് ശരിക്കും എന്റെ മോളെ കല്യാണം കഴിക്കാൻ ഇല്ല, എന്റെ മകന് ഇത് കാര്യം ഞാൻ മകളായിട്ടാണ് കണ്ടിരുന്നത് അങ്ങനെ പറയുന്നുണ്ട് അർജുനൻ ശരിക്കും. അപ്പൊ ശരിക്കും ഈ നായകനും അങ്ങനെയാണ് പല പല ബന്ധങ്ങളും കാണുന്നത്. അയാൾ ചിലത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം,
ചിലപ്പോൾ ഈ ഒരു കുറ്റം തെളിയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതാണ് പുള്ളിയും ചെയ്യുന്നത്. അപ്പോൾ അതിനോട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഉത്തരാ സ്വയംവരം എന്നുള്ള പാട്ട് എഴുതിയേക്കുന്നത്. ശരിക്കും ശബരീഷിന് ശരിക്കും രണ്ട് രീതിയിലാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഒന്ന് വായിപ്പിക്കണം, ഒന്ന് പറയിപ്പിക്കണം. ഇടയ്ക്കിടയ്ക്ക് വായിപ്പിച്ചില്ലെങ്കിൽ എന്നെ തല്ലും ആൾക്കാർ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ വിദ്യാസാഗറാണോ എ ആർ റഹ്മാനാണോ എന്നൊക്കെ ചോദിക്കുന്നത് മോശമാണ്. പക്ഷെ ജോൺസൺ മാഷിന് ഇഷ്ടം ആകാത്ത മലയാളി ഉണ്ടാവില്ല. മാഷിന്റെ ഏതെങ്കിലും ഒരു സാധനം നമുക്ക് ഇപ്പോൾ വായിക്കാം. ജോൺസൺ മാഷ് അത് ശരിക്കും നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ശരിക്കും എനിക്കൊരു നമ്മളെല്ലാവരും മലയാളികൾക്കൊരു വികാരമാണ് ശരിക്കും. ഇപ്പം എ ആർ റഹ്മാൻ സാറിൻ്റെ എനിക്ക് വിദ്യാസാഗർ സാറിൻ്റെ തമിഴും ഇഷ്ടമാണ്, എ ആർ റഹ്മാൻ സാറിൻ്റെ മലയാളവും തമിഴും, അല്ലെങ്കിൽ ഇളയരാജ സാറിൻ്റെ തമിഴും മലയാളം. പക്ഷെ നമുക്ക് മലയാളികൾക്ക് മാത്രം അഹങ്കാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ജോൺസൺ മാഷ്. എനിക്ക് ജോൺസൺ മാഷിൻ്റെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്, ഒരുപാട് പാട്ടുകളിൽ. പക്ഷെ എല്ലാവരും ഇപ്പം ദേവാംഗനകൾ നല്ല പാട്ടാണ്, അനുരാഗിണി, നമുക്ക് ഒരുപാട് അങ്ങനത്തെ പാട്ടുകളുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതേപോലെ ജോൺസൺ മാഷിന്റെ വേറൊരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് യേശുദാസ് സാർ അല്ലാതെ വേറെ പാടണ്ട. ശരിക്കും എന്തൊരു രസകരമായ ഒരു മൊമെന്റ്. ശരിക്കും ആദ്യമായി കണ്ട നാൾ. ഞാൻ യൂഷ്വലി എന്റെ പ്രോഗ്രാമിന് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യനെയോ ഭർത്താവിനെയോ ആരെ നിങ്ങൾ ആദ്യമായി കണ്ട നാൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? ചില സമയത്ത് പ്രോഗ്രാമിന് ഞാൻ എല്ലായിടത്തും ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ട്, ആദ്യമായി ഇതുവരെ കാണേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണ്ട, അല്ലാത്ത നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ചിലപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു മൊമെന്റ് ആയിരിക്കും ജീവിതത്തിൽ. ശരിക്കും ആ ഒരു ചിന്തയിൽ നിന്നാണ് ആ ഒരു പാട്ട്. അപ്പൊ ആ മ്യൂസിക്കലിയും അത് ഭയങ്കരമായിട്ടാണ്. ആദ്യമായി കണ്ട നാൾ എന്ത് രസകരമായിട്ട് ദാസേട്ടൻ അത് ഭയങ്കര രസകരം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ് ശരിക്കും. പ്രിയ സഖി എന്ന് വിളിക്കുമ്പോ എന്തൊരു പ്രിയ സഖി പ്രിയ സഖി എന്ന് ശരിക്കും ആ മ്യൂസിക്കലി അത് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര രസമായിട്ട് അത് കൺവേ ചെയ്തിരിക്കണം. മ്യൂസിക്കും ഈ ലിറിക്സും ഒരേപോലെ വന്നിരിക്കണം. ശരിക്കും നമുക്ക് മ്യൂസിക്കലി വെച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പൊ എന്ന് പറഞ്ഞാലും ഒരു ഭംഗിയുണ്ട്, പ്രിയ സഖി എന്ന് വിളിക്കുമ്പോഴും ഒരു ഭംഗിയുണ്ട്. അതില് ഭയങ്കര രസം. 1000 പ്രേമാദ്ര കാവ്യങ്ങൾ എന്തിനു പൊന്മയിൽ എഴുതി നീ. ഓ അതായത് ഒരുപാട് കാലം നമുക്ക് ഇത് ഒരു കാൽപ്പനികതയെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് ശരിക്കും. അത് ആ മ്യൂസിക്കലിയും അത് ഭയങ്കരമായിട്ട് അത് കൺവേ ചെയ്തിരിക്കണത് ശരിക്കും. ജോൺസൺ മാസ്റ്റർ ഭയങ്കര ഒരു ബ്രില്യൻസ് ആണ് ശരിക്കും. ഈ മാഷിന്റെ അതായത് നമ്മള്
ആദ്യഘട്ടത്തിൽ ഞാനൊക്കെ രവീന്ദ്രൻ മാഷിനെ കേട്ടിട്ടാണ് ഇതിനകത്തേക്ക് എല്ലാവരും ഞാൻ ഈ ജോൺസൺ മാഷെ പറ്റി കൂടുതൽ പറയുമ്പോഴല്ലേ അതെന്താ നീ രവീന്ദ്ര മാഷെ പറ്റി പറയാത്തന്നൊക്കെ കമന്റ്സ് വരാറുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ രവീന്ദ്ര മാഷിനെ പരിചയപ്പെട്ട് ഇല്ലെങ്കിൽ കേട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് വീണ് കഴിഞ്ഞിട്ട് പക്ഷെ പിന്നീടാണ് ഈ ജോൺസൺ മാഷിലേക്ക് നമ്മൾ വരുമ്പോഴാണ് അയ്യോ ഇത് വേറൊരു സംഗതിയും കൂടെ ഉണ്ട്, നമ്മൾ ഈ ആഘോഷിക്കപ്പെടുന്ന മ്യൂസിക്കിനപ്പുറത്തേക്ക് വേറൊരു സംഗതിയും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഈ രവീന്ദ്ര മാഷ് ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് ഇപ്പൊ ശരിക്കും എനിക്ക് അതും വേറൊരു രസമാണ് രവീന്ദ്ര മാഷ്. ആ കാലഘട്ടത്തെ ഇളക്കി മറിച്ച പാട്ടുകളാണ് ശരിക്കും. അല്ല ഇപ്പൊ ജോൺസൺ മാഷെ പറ്റി ഒരുപാട് ഞാൻ ഭയങ്കര വാചാല ആവാറുണ്ട്. ജോൺസൺ മാഷ്, വിദ്യാസാഗർ സാറ്, അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് രവീന്ദ്ര മാഷെ പറ്റി പറയാത്ത. നമുക്ക് ഒരു പരിപാടിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതാണ് മലയാള സംഗീത ശാഖയാണെങ്കിൽ അല്ലെങ്കിൽ സംഗീതത്തെ പറ്റി നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാറേ ഇല്ല. കമ്പയർ ചെയ്യാല്ല, പക്ഷെ എങ്കിലും ജോൺസൺ മാഷിന്റെ പാട്ടുകളിലോട് നമുക്ക് വേറൊരു തരത്തിലുള്ള ഇഷ്ടമുണ്ട്. ഭയങ്കര എനിക്കൊരു പ്രണയമുണ്ട് ജോൺസൺ മാഷിന്റെ പാട്ടുകളോട്, ഭയങ്കര പ്രണയമുണ്ട്. പക്ഷെ രവീന്ദ്ര മാഷിനെ നമ്മൾ ആഘോഷിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പോപ്പുലർ സോങ്സ് ഒക്കെ എപ്പോഴും നാക്കിൽ വരുന്ന പാട്ടുകളൊക്കെ രവീന്ദ്ര മാഷിന്റെ പാട്ടുകളാണ്. പക്ഷെ ജോൺസൺ മാഷിനെ നമ്മൾ വൺസ് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം, എനിക്ക് ജോൺസൺ മാഷിന്റെ അതേ മീറ്ററിൽ കമ്പോസ് ചെയ്ത പാട്ടുകളായിട്ട് എനിക്ക് കുറെ പാട്ടുകൾ വന്നിട്ടുണ്ട്. ഏതോ നിദ്രതൻ, ഏതോ നിദ്രതൻ, അതൊക്കെ എനിക്ക് രവീന്ദ്ര മാഷിന്റെ ജോൺസൺ മാഷ് ഒരു ഇതിൽ എനിക്ക് തോന്നാറുണ്ട്. അല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യമാണെന്ന് അറിയില്ല ശരിക്കും. ഇപ്പൊ ഏതോ വാർമുകിലെ ഔസേപ്പച്ചൻ സാറ് കമ്പോസ് ചെയ്തപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി ജോൺസൺ മാഷിന്. ഓ എന്ത് രസമായിട്ട് അവൻ കമ്പോസ് ചെയ്തിരിക്കണം. അപ്പൊ അതേപോലെ ഒരു പാട്ട് കമ്പോസ് ചെയ്യണമെന്നാണ് ശരിക്കും ശരപ്പുലിയർ മാല ചാർത്തി, ശരപ്പുലി മാല ചാർത്തി ആ ശ്രീരാഗത്തിൽ തന്നെ കമ്പോസ് ചെയ്ത. പക്ഷെ രണ്ട് ശരബിന്ദു രണ്ടും മനോഹരമായ രണ്ട് പാട്ടുകൾ. പക്ഷെ ഒരു പാട്ട് ഇൻസ്പയർ ചെയ്ത് ഒരു പാട്ട് ചെയ്യുമ്പോൾ അതിനേക്കാളും വേറൊരു മനോഹരമായ ഒരു പാട്ടാണ് വരുന്നത്. അപ്പൊ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയൊരു ഗിവ് ആൻഡ് ടേക്ക് ഓടി തീർക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇടപെടുകയാണ്. ശരത് സാറിന്റെ ശ്രീരാഗമോഹന്റെ ഇടയ്ക്കുള്ള സംഗതികൾ കുറച്ചധികം ഉണ്ട്. അത് നിങ്ങൾ പെർഫോം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നന്നായി പെർഫോം ചെയ്യണം, കാരണം അത് അതിനപ്പുറത്തേക്ക് വേറൊരു സംഗതി ഇല്ല ഒരു സാധനം. ശരിക്കും അത് ടി കെ രാജകുമാർ സാറ് ഭയങ്കര മനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിരുന്നതാണ്. ശരിക്കും ഈ കർണാട്ടിക്കിലെ കണക്ക് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് കർണാട്ടിക്കിൽ എപ്പോഴും ഇത് വരാറുണ്ട്. ഇപ്പൊ ആ ഒരു താളവും ആ ഒരു ജതിയും ആ സ്വരവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, അതിനെ എല്ലാവരും കണക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ശരത് സാറിന്റെ പൊതുവേ ശരത് സാറിന്റെ പാട്ടുകൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഭയങ്കര പാടാൻ എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ ഭയങ്കര ഈ വിഷ്വലിൽ അത് ഭയങ്കര രസമായിട്ട് അത് യൂസ് ചെയ്യാന്ന് പറയുന്നത് രാജീവ് കുമാർ സാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ സാധാരണ എല്ലാവരും പാട്ട് വെറുതെ പാടി പോകാറുണ്ട്, ഈ കണക്കാരും അധികം പാടുന്ന കേട്ടാറില്ല. അപ്പൊ ശരിക്കും നമ്മളിപ്പോ
സാറിന് ഇനി പോയി വിശ്രമിക്കാം, ഒരു പാട്ട് മതി. അതെ അതെ അതെ. പക്ഷെ മലയാളത്തിൽ അസാധ്യ ഒരു പാട്ട്. ആ പടത്തിലെ എല്ലാ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വാലിന്മേൽ പൂവും ഭയങ്കര പാട്ട് വായിക്കാൻ ശരിക്കും ഭയങ്കര സിമ്പിളാണ് നമുക്ക് തോന്നും. ശരിക്കും ഒരു അമൃത കല്യാണി എന്നുള്ള ഒരു രാഗത്തിന്റെ ഒക്കെ അങ്ങോട്ട് തിരിച്ചു വരുമ്പോ കല്യാണിയും, അപ്പൊ നമുക്കിത് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആവും വായിച്ചു വരുമ്പോ. ഇത് കല്യാണിയിലാണോ നിൽക്കണേ, അമൃതവർഷിനിലാണോ നിൽക്കണേ? അപ്പം അതൊരു ഭയങ്കര ഒരു ബ്രില്യന്റ് ഒരു കോമ്പോസിഷനാണ്. അത് ലിറിക്സ് എന്ന് പറഞ്ഞാൽ വാലിന്മേൽ പൂവും വാരിട്ടെഴുതിയ വേൽമുല കണ്ണുമായി വേശു കിളിമകളെ. വേശു സുന്ദരിയായ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം എന്നാണ് നമ്മൾ സങ്കല്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇതിനെ പറ്റിയിട്ട് വേശു കിളി എന്നുള്ളൊരു കിളി ഉണ്ടെന്നും അങ്ങനെയും ഒരു വ്യാഖ്യാനമുണ്ട്. അത് ശരിക്കും എനിക്ക് വിഷു അങ്ങനെയുള്ള എന്തൊരു വിശേഷത്തിന് വരുന്ന ഒരു കിളിയായിട്ടോ അങ്ങനെ മേ ബി അങ്ങനെ ചില സങ്കല്പങ്ങളൊക്കെ നമുക്ക് വിട്ടു സാറിന്റെ വരികൾ അങ്ങനെയാണ്. ശരിക്കും ഞാനപ്പോ ശ്രീരാഗമോ നമ്മൾ പറയുമ്പോഴാണെങ്കിലും ഇപ്പൊ ശ്രീരാഗം ലിറിക് ഞാൻ ഇപ്പോഴും അതിന്റെ വിഷ്വലിൽ അത് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ചിലപ്പോ ഞാൻ ചിന്തിക്കാറുണ്ട് ONV സാറ് ചിലപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്, ഇപ്പൊ ശരത് സാർ ഇത് കമ്പോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവാം. അപ്പൊ ഈ ഇത്രയും കട്ടകളാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും കീസ് ആണല്ലോ ഈ കമ്പോസിങ്ങിലുണ്ട്. അപ്പൊ ശരിക്കും ശ്രീരാഗമാണോ നീ ഇതിൽ തേടുന്നതായിരിക്കും. വീണതൻ പൊൻ തന്തിയിൽ, ഈ തന്തിയിൽ നീ തേടുന്നത് ശ്രീരാഗമാണോ? ഞാൻ അങ്ങനെയും ചിന്തിക്കാറുണ്ട് ശരിക്കും. ലിറിക്കലി അങ്ങനെ ചിലപ്പോ അങ്ങനെ കമ്പോസിങ്ങിന് ഇരുന്നപ്പോ ശരിക്കും ഈ കമ്പോസ് ചെയ്യണ കണ്ടിട്ട് നീ ചിലപ്പോ ഇതിൽ നമ്മളിപ്പോ തേടുകയാണല്ലോ. ഇപ്പൊ ഞാൻ ഈ ഒരു ഫിംഗർ ബോർഡിൽ ഞാൻ പല രാഗങ്ങളും അന്വേഷിക്കായിരിക്കുമല്ലോ നമ്മള്. അപ്പൊ ശരിക്കും ONV സാർ അങ്ങനെ ആയിരിക്കാം അത് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ കയ്യിൽ വേറൊരു വയലിൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു പ്രത്യേകതയുള്ള 6 സ്ട്രിങ്ങുള്ള. കാണിക്കോ? കാണിക്കാം. ഇതാണ് ആ ഒരു 6 സ്ട്രിങ്ങുള്ള വയലിൻ. അത് 6 സ്ട്രിങ് ആണ്. ഇപ്പൊ അങ്ങനെ 6 സ്ട്രിങ് ആണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ആ മലരെ അവിടെ വേണമെങ്കിൽ വായിക്കാം. ഈ വയലിൽ പെരിയോനെ വായിച്ചിട്ട് നമുക്ക് കണ്ണേ കലമാനെ വായിക്കാം. പെരിയോനെ ശരിക്കും ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവരും
ഇന്ന് ഇപ്പോൾ ശബരീഷിനെ വിടാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് 12ാം വയസ്സിൽ സ്റ്റേജിലേക്ക് കയറിയിട്ട് 5000 സ്റ്റേജ് കവർ ചെയ്തിട്ട് വയലിനെ പഠിക്കുള്ളൂ എന്ന് വീട്ടിൽ വാശി പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. ഇത് ഇങ്ങനെ തന്നെയാണ് തുടരാൻ ആഗ്രഹിക്കുന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെ തുടരാൻ പറ്റുള്ളൂ ശബരീഷിന് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത് തന്നെ ശരിക്കും. അപ്പം ചിലപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ വയലിനിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ ആരായനെ എന്നോട് ചോദിച്ചില്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ ഒരിക്കലും ആൻസർ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ഇതാണ് കാര്യം. എനിക്കറിയില്ല ഇപ്പൊ വയലിനിസ്റ്റ് അല്ലാണ്ട് അല്ലെങ്കിൽ ഇപ്പൊ വയലിനല്ലാണ്ട് എനിക്ക് വേറൊരു ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. പക്ഷെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ എല്ലാവരും വിധി വേറെ രീതിയിൽ വരാം, വേറെ എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ സംഗീതം തന്നെ ആയിരിക്കാം, പക്ഷേ ഈ വയലിനിസ്റ്റ് അല്ല, ചിലപ്പോൾ വേറെ ഒരു മ്യൂസിക് ഡയറക്ടർ ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മേഖലയിലായിരിക്കാം ചിലപ്പോൾ ഇത്. പക്ഷെ വയലിനിസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം എന്ന് എൻ്റെ ഒരു തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും അന്നും ഇന്നും ഒരേ ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 100 രൂപ പേയ്മെന്റ് അന്നത്തെ കാലത്ത് 50 രൂപ 100 രൂപ ആ സമയത്ത് ആ കാശ് കിട്ടിയപ്പോഴും ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ഞാൻ ഈ കാശ് ഞാൻ മേടിക്കണ്ടെങ്കിലും ഞാൻ ഒരേ ഹാപ്പിയാണ്. ശരി, ആ സംഗീതത്തിൽ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം. ഈ RLV കോളേജിലേക്ക് മഹാരാഷ്ട്രയിൽ എങ്ങനെ എത്തുന്നത്? ആക്ച്വലി ഞാൻ BA വോക്കലാണ് മഹാരാഷ്ട്രയിൽ പഠിച്ചത്. അപ്പോൾ ശരിക്കും കൺസേൺ സബ്ജക്റ്റ് അല്ല എൻ്റെ MA വയലിൻ. അപ്പോൾ എനിക്കത് MG യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ പെർമിഷൻ തന്ന് അങ്ങനെ ഞാൻ MA വയലിൻ അങ്ങനെ ചെയ്തതാണ്. ശരിക്കും അത് MG യൂണിവേഴ്സിറ്റി എനിക്ക് സ്പെഷ്യലായിട്ട്, ബിക്കോസ് നാഷണൽ വിന്നർ ആയിരുന്നു വയലിനിൽ. അങ്ങനെ സ്പെഷ്യലായിട്ട് എനിക്ക് VC അന്നത്തെ VC രാജീവ് ഗുരുക്കൾ സാർ എനിക്ക് അങ്ങനെ അന്ന് സ്പെഷ്യൽ കൺസെഷൻ അങ്ങനെ ഒരു ഇത് തന്നതാണ്. ശരിക്കും കൺസേൺ സബ്ജക്റ്റ് അല്ലാത്ത വിഷയത്തിന് എനിക്ക് MA ചെയ്യാനായിട്ട് അങ്ങനെ അത് എനിക്ക് മാത്രമേ അങ്ങനെ തന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ അറിവ്. ശരിക്കും വേറെ ആർക്കും അതിനുശേഷം കാര്യം അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വോക്കൽ പഠിച്ചിട്ട് MA വയലിൻ ചെയ്തിട്ടുണ്ടോന്ന്. ബിക്കോസ് എനിക്ക് മഹാരാഷ്ട്രയിൽ വേറൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയതാണ്. അപ്പം അതിന് ഞാൻ പോയില്ല. എനിക്ക് ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയലിനിസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കാനാണ് ഇത്. പക്ഷെ അങ്ങനെ മതി, അല്ല എനിക്ക് പറ്റില്ല. ഇപ്പൊ വേറെ എന്തെങ്കിലും വിഷയങ്ങളെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല. നമുക്കൊന്നും അതിനെപ്പറ്റി ഒന്നും അറിയണ്ട. ഇപ്പൊ ഇന്നത്തെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരിക്കും. പക്ഷെ മ്യൂസിക്കിലും എനിക്കറിയില്ല പറയാനായിട്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ എനിക്ക് പഠിക്കാനും അറിയാനും ആഗ്രഹമുള്ള ഒരു വിഷയമാണ്. ഇപ്പോഴും മ്യൂസിക്കിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഇതും നമ്മളിപ്പോൾ ലിറിക്സിനെ പറ്റി എന്തോരം സംസാരിച്ചത്. അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ഇപ്പൊ കേട്ടത് മധുരം കേൾക്കാത്തത് അതിമധുരം എന്നുള്ളതാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ ഇനിയും അവർ ചെയ്തു വെച്ചത് അങ്ങോട്ട് ഇപ്പൊ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടുകളാണെങ്കിലോ ഇപ്പൊ കർണാട്ടിക്കിലാണെങ്കിലോ കർണാടക സംഗീതത്തിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ഇനിയും കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ഇപ്പൊ രാഗങ്ങളാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു മിയാക്കി മൽഹാറിനെ പറ്റി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരുപാട് രാഗങ്ങളെ പറ്റി ഇനിയും എക്സ്പ്ലോർ ചെയ്യാനും പഠിക്കാനും ഇത് തന്നെ ഒരുപാടുണ്ട്. ഒരു കാര്യം കൂടെ, പ്രോഗ്രാമിൽ കുറച്ച് കൂടുതൽ വർത്താനം കൂട്ടിയാൽ നന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ പ്രോഗ്രാമിൽ ലിറിക്സിനെ കുറിച്ചും നമ്മുടെ ലെജൻസിനെ കുറിച്ചും ഒക്കെ പറയുന്നില്ലേ, അത് കേൾക്കാൻ ഒരു സുഖമുണ്ട്, അതിനകത്തൊരു ഡെപ്ത് ഉണ്ട്, നോളജ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് കൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇവിടെ ഇരിക്കേ ഉള്ളൂ, ഒന്നും ചോദിക്കില്ല. ഇല്ലല്ലോ ചേട്ടാ, ചോദിക്കണം, സംസാരിച്ചോണ്ടിരിക്കും. അതാണ് രസം. അല്ല കാര്യം എനിക്ക് അങ്ങനെ എന്തെങ്കിലും പറയാൻ വേണ്ടി എനിക്കിപ്പോ രജിസ്റ്റർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എന്നെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ശരിക്കും ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന എനിക്കിഷ്ടം. കാര്യം അല്ലെങ്കിൽ അതിലൊരു കാര്യമില്ല. ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യം ഒന്ന് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. നമ്മൾ ഡെപ്ത് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സംസാരിച്ച് പോകുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവർക്കും ഓരോ കാര്യങ്ങളും. ഇപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ചെമ്പുവിനെ പറ്റി എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടെന്ന് മനസ്സിലാക്കിയാലും ഇത്ര അർത്ഥം ഉണ്ടെന്ന് രജിസ്റ്റർ എനിക്കൊന്ന് പഠിപ്പിച്ചത്. ഇനിയിപ്പോ നാളെ എവിടെയെങ്കിലും ഞാനത് പ്രയോഗിക്കും. ഞാൻ പ്രയോഗിക്കും. നന്നായി പോ. അപ്പൊ കലാശക്കോട്ടിന് എന്ത് വായിക്കും നമ്മള്? എന്താ വായിക്കണ്ടേ? എന്തെങ്കിലും ഒരു സാധനം വായിച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഒരു കീർത്തനം വായിക്കാം. കീർത്തനമൊന്നും വന്നില്ല. നമ്മള് ശരിക്കും ത്യാരാസ്വാമിയുടെ ഒരു കീർത്തനമുണ്ട് രവിചന്ദ്രരാജത്തില്. അതാ പറഞ്ഞു, എനിക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാനായിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ മാ കേലറ വിചാരം 3 നമ്മൾ. അപ്പൊ ആ ഒരു അർത്ഥം ത്യാരാസ്വാമിയുടെ എല്ലാ കൃതികളും അങ്ങനെയാണല്ലോ. തെലുങ്കാണ്. ഒരുപാട് ഇപ്പൊ സംസ്കൃതത്തിലുണ്ട്. ഇപ്പൊ ജഗദാനന്ദകാരക ത്യാരാസ്വാമിയുടെ സംസ്കൃത കൃതികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അങ്ങനത്തെ കൃതികളൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇനിയും പഠിക്കാനും ഇത് ചെയ്യാനും ഭയങ്കര. അപ്പൊ ആ കൃതിയെ ലാസ്റ്റ് വായിക്കാം.
നന്ദി. താങ്ക് യു. നമുക്കിനിയും കാണാം. തീർച്ചയായും കാണണം. തീർച്ചയായും.